നമ്മുടെ ഈ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ പേട്രിയോട്ടിന് തിയേറ്ററിൽ ബാൻ കിട്ടുക എന്നുള്ളൊരു ന്യൂസ് ഇപ്പം ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവുന്നുണ്ട്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ പേട്രിയോട്ടിന്റെ ഒരു ഹൈപ്പ് എങ്ങനെയാ ജനറലി? പേട്രിയോട്ട് ഒരു മോഹൻലാലും മമ്മൂട്ടിയും പോലെ ഒരു നടന്മാര് രണ്ടുപേരും ഒന്നിക്കുന്നു. എന്റെ അറിവിൽ ഹൈപ്പ് അത്രക്കില്ല പടത്തിന്. എന്താണ് ഇപ്പം അവിടെ? ഇപ്പൊ ഇവിടുത്തെ നിലവിലത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒട്ടുമില്ല ഹൈപ്പ്. സത്യം പറഞ്ഞ ഹൈപ്പുണ്ട്, മമ്മൂട്ടിയും മോഹൻലാലിന്റെയും എന്ന് കമ്പയർ ചെയ്യുമ്പോ ഒട്ടും ഹൈപ്പില്ല. ഹൈപ്പുണ്ട് എപ്പോഴാന്ന് വെച്ചാൽ മോഹൻലാലിന്റെ എന്തെങ്കിലും അടിപൊളി പോസ്റ്ററോ സ്റ്റില്ലോ എന്തെങ്കിലും വരുമ്പോൾ മാത്രമുള്ള ഹൈപ്പേ ഉള്ളൂ. പിന്നെ നല്ല സിനിമയായിരിക്കാം, പക്ഷെ മഹേഷ് നാരായണൻ എന്നുള്ള ഡയറക്ടറിലാണ് ട്രസ്റ്റ് ഫുള്ളിരിക്കുന്നത്. പിന്നെ ക്രൂ അറിയാലോ, കാസ്റ്റ് ആൻഡ് ക്രൂ അടിപൊളിയാണ്. ഫഹദ് ഉണ്ട്, കുഞ്ചാക്കോ ബോബനുണ്ട്, പിന്നെ ഓഫ് കോഴ്സ് മോഹൻലാൽ, മമ്മൂട്ടി. അവര് 14 വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്നവര്. എനിക്ക് തോന്നുന്നു എന്റെ ഓർമ്മയിൽ അവസാനമായിട്ട് അവർ അഭിനയിച്ച സിനിമ എന്ന് പറയുമ്പോൾ കടൽ കടന്നൊരു മാത്തുക്കുട്ടിയാണെന്ന് തോന്നുന്നു. പക്ഷെ അത് അഭിനയം പോലും അത് ജസ്റ്റ് ഒരു ക്യാമിയോ റോൾ അല്ലായിരുന്നു. അവസാനം ഒരു പ്രോപ്പറായിട്ട് സിനിമ അഭിനയിച്ച് 2020 ആയിരുന്നു. പ്രോപ്പറായിട്ട് 2020 ആയിരുന്നു. അതിനുശേഷം അവര് വരുന്നു. പക്ഷെ അതിനുള്ള ഹൈപ്പൊന്നും കേരളത്തിൽ നിലവിലില്ലെന്നാണ് എന്റെ ഒരു ഇതില്. അതാണ് ഞാനിങ്ങനെ നോക്കും. പിന്നെ അതിന്റെ ബേസിലാണ് ഇപ്പൊ ഈ ബാൻ വിഷയം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ബാൻ വിഷയത്തിന്റെ പറ്റി എന്താണ് ശരിക്കും, എന്താണ് ഡീറ്റെയിൽസ് ശരിക്കും? ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ബാൻ കിട്ടിയ ഫിയോക്കിന്റെ ആണ്. അപ്പൊ പ്രശ്നം ആന്റോ ജോസഫ് ആണല്ലോ ഇതിന്റെ പ്രൊഡ്യൂസർ. അപ്പൊ പ്രശ്നം എന്താന്ന് വെച്ചാൽ സാധാരണ വീക്കില് ട്രഡീഷണലി നമ്മുടെ കേരളത്തില് ഫസ്റ്റ് വീക്കില് 60-40 ആണ് ഷെയർ. അപ്പൊ ഇപ്പൊ അവര് സെക്കൻഡ് വീക്കിലും 60-40 വേണമെന്ന് പറഞ്ഞു. സാധാരണ ഇവിടെ 55-45 ആണ് സെക്കൻഡ് വീക്കിൽ കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ അപ്പൊ ആക്ച്വലി ഫസ്റ്റ് വീക്കില് 60-40, സെക്കൻഡ് വീക്കില് 55-40 ആണ് പൊതുവെ ട്രഡീഷണൽ. പക്ഷെ ഇവര് തിയേറ്ററുകാര് സെക്കൻഡ് വീക്കിലും ഫസ്റ്റ് വീക്കിലും 60-40 ചോദിച്ചു. 5% വേണ്ടിയാണ് ഇപ്പം മോഹൻലാൽ മമ്മൂട്ടി ഒന്നിക്കുന്ന പടം ബാൻ ചെയ്യാന്ന് പറയുന്നത് അല്ലേ? പക്ഷെ അതൊക്കെ ഒരു പ്രൊമോഷണൽ മെറ്റീരിയൽ ആയിട്ടേ ഞാൻ കാണുന്നുള്ളൂ. ഇവരെന്തായാലും ഇവർ രണ്ടുപേരും അഭിനയിക്കുന്ന സിനിമ എന്തായാലും മറക്കത്തില്ലെന്ന് ആർക്കും പറയാനുള്ള ഒരു ഇതില്ലായിരിക്കുമെന്നാണ് എന്റെ ഒരു ഇത്. പക്ഷെ അത് തന്നെ മാർക്കറ്റിംഗിന്റെ ഒരു വലിയ ഫെയിലിയർ അല്ല? ഇവർ രണ്ടുപേരുള്ള സിനിമയ്ക്ക് പ്രൊമോഷൻ ചെയ്യാൻ ഇങ്ങനത്തെ ടാക്ടിക്സ് പ്രൊമോഷൻ ആണെങ്കിൽ ഇങ്ങനത്തെ ടാക്ടിക്സ് ഇറക്കുന്ന ഭയങ്കര ഒരു ആന്റോ ജോസഫ് എന്ന് പറഞ്ഞ ഒരു പ്രൊഡ്യൂസർ ഇങ്ങനെ പ്രൊമോഷൻ ചെയ്യുന്നതില് വളരെ പുറകോട്ടെന്നാണ് ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് പറയാനുള്ളത്. പൊതുവെ ഇപ്പൊ മോഹൻലാൽ മമ്മൂട്ടി നിൽക്കുന്ന ഒരു സിനിമയില് ഇപ്പൊ അസുഖം തന്നെ കണ്ടായിരിക്കും നെൽസന്റെ പ്രൊമോ വീഡിയോ. കമൽഹാസനും രജനിയും ഒന്നിക്കുന്നൊരു അത് ആ രണ്ട് സൂപ്പർ സ്റ്റാർസിനെ എങ്ങനെ കാണിക്കാവോ ആ ഒരു പ്രൊമോ വീഡിയോയിൽ തന്നെ ഹൈപ്പ് കയറി. ഇവിടെ 2 സ്റ്റിൽസ് ഇറക്കി. ഷൂട്ടിംഗ് പോലും തുടങ്ങിയിട്ടില്ല. എന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടും ഒട്ടും ഹൈപ്പില്ല. അപ്പം ഈ പടത്തിന്റെ ഓവറോൾ ഹൈപ്പിനെ ഇത് ബാധിക്കുമോ ഈ ബാൻ എന്നുള്ള വിഷയം? ബാൻ എന്നുള്ള വിഷയം ഇതിനെ ഹൈപ്പിനെ ബാധിക്കത്തില്ല, അത് 100% ഉറപ്പാണ്. കാരണം ബിഗ് സ്റ്റാർസ് ആണ്. മലയാളത്തിലെ തന്നെ ഏറ്റവും 2 വലിയ സ്റ്റാർസ്, ബിഗംസ് എന്ന് തന്നെ പറയുന്നവര് തന്നെ അഭിനയിക്കുന്ന സിനിമയിൽ ഒരു ബാൻ എന്ന് പറയുന്നത് ഒട്ടും ബാധിക്കത്തില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഈ പടത്തിന് എല്ലാവരും ഉറ്റുനോക്കുന്ന, എസ്പെഷ്യലി മമ്മൂട്ടി ഫാൻസ് ഉറ്റുനോക്കുന്ന പടം മമ്മൂട്ടിയുടെ ആദ്യത്തെ 100 കോടി അടിക്കുമോ? ഉറപ്പായിട്ടും. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല, എന്തായാലും അടിച്ചിരിക്കും. എന്താ മോനെ ഫാക്ടർ എന്തായാലും ഉണ്ട്. അപ്പൊ എന്തായാലും അടിച്ചിരിക്കും. ഇച്ചാക്കയ്ക്ക് വേണ്ടി ലാലു എന്തായാലും ഒരെണ്ണം അടിക്കാൻ വന്നിരിക്കും. അതെ, ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. ഈ പടത്തിന്റെ റിലീസ് അടുക്കുകയാണ്. അപ്പൊ അതനുസരിച്ചുള്ള അതിന്റെ ഹൈപ്പും തിയേറ്ററിൽ ബോക്സ് ഓഫീസ് കളക്ഷനൊക്കെ നോക്കാം.